കർത്താവിൻ്റെ ധന്യമായ നാമത്തിന് സ്തോത്രവും മഹത്വവും അർപ്പിക്കുന്നു. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ തൻ്റെ വാക്കുകളാൽ വിളിച്ചു വരുത്തുന്നവനും മരിച്ചവരെ ഉയർപ്പിക്കുന്നവനുമായ അബ്രഹാം വിശ്വസിച്ച നമ്മുടെ ദൈവത്തിൻ്റെ നാമത്തിന് വാഴ്വുകൾ അർപ്പിക്കുന്നു. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമുക്കൊരുമിച്ച് ഈ പ്രത്യേക സമയത്തും അടുത്തു വരുവാൻ ദൈവം കൃപ ചെയ്തതിനായിട്ട് സ്തോത്രം. കൂടപ്പെട്ടിരിക്കുന്ന എല്ലാ വിശുദ്ധന്മാർക്കും ദൈവമക്കൾക്കും ക്രിസ്തീയ വന്ദനങ്ങൾ. പരസ്പരം നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കുവാനും ഒരുപക്ഷെ നേരിൽ കാണാനോ സംസാരിക്കാനോ ഒന്നും സാധിക്കുന്നില്ലെങ്കിലും കർത്താവിൻ്റെ സ്നേഹത്തിൽ പരസ്പരം സ്നേഹിപ്പാനും നമുക്ക് ഇനിയും കർത്താവ് കൃപ ചെയ്യട്ടെ എന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ആരും വിശ്വാസത്തിൽ തളരാതെ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി ദൈവവിഷയമായി സമ്പന്നതയോടെ നിലനിൽക്കുവാൻ കർത്താവ് നമുക്കെല്ലാവർക്കും കൃപ ചെയ്യട്ടെ. യാക്കോബ് പറയുന്നത് പോലെ വിശ്വാസത്തിൽ നാം സമ്പന്നരാകേണ്ടതിന് യേശുക്രിസ്തു ലൂക്കോസ് 12 പറഞ്ഞതുപോലെ ദൈവവിഷയമായി നാം ധനികരാകേണ്ടതിന് സ്തോത്രം. പൗലോസ് പറയുന്നത് പോലെ സൽക്കർമ്മങ്ങളിൽ സൽക്രിയകളിൽ നമ്മൾ സമ്പന്നരാകേണ്ടതിന് ഒക്കെ ദൈവം കൃപ ചെയ്യട്ടെ എന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പ്രത്യാശ വർദ്ധിപ്പാൻ, വിശ്വാസം സ്ഥിരപ്പെടുവാൻ, സ്നേഹം അധികം ആഴവും പരപ്പുമുള്ളതായി തീരുവാൻ ഒക്കെ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ പഠിക്കുന്ന വിഷയത്തിലേക്ക് വരുന്നു. ദ പർപ്പസ് ഓഫ് മില്ലേനിയൽ കിങ്ഡം ഓഫ് ക്രൈസ്റ്റ്. യേശുക്രിസ്തുവിൻ്റെ സഹസ്രാബ്ദ വാഴ്ചയുടെ ഉദ്ദേശങ്ങൾ, അതാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും ഒടുവിലായിട്ട് നമ്മൾ ചിന്തിച്ചത് ഓർമ്മ കാണുമായിരിക്കുമല്ലോ. ഒരു എഴുത്തുകാരൻ്റെ വാക്കുകളെ നമ്മൾ കടമെടുത്ത് ചില ആശയങ്ങൾ ചിന്തിക്കുകയായിരുന്നു. യുഗങ്ങൾ, ആ യുഗ ചിന്തകളിലൂടെ ദൈവത്തിൻ്റെ കൃപ കൂടാതെ അല്ലെങ്കിൽ മാനുഷികമായ സാധാരണ ജീവിതത്തിൻ്റെ പരാജയത്തെക്കുറിച്ച് എടുത്തു കാണിക്കുവാൻ ഈ സഹസ്രാബ്ദ യുഗത്തെ ദൈവം ഉപയോഗിക്കുന്നു. മനുഷ്യൻ്റെ പാപ സ്വഭാവത്തെ അത് എടുത്തു കാണിക്കുന്നു. ഇങ്ങേയറ്റം യേശുക്രിസ്തു നേരിട്ട് ഭരിച്ച സഹസ്രാബ്ദത്തിൽ പോലും ക്രിസ്തുവിനോടുള്ള വൈരുദ്ധ്യത്തിൽ ജീവിച്ച ചില മനുഷ്യർ, പാപം ചെയ്യാൻ ഒരുപക്ഷെ അവസരം ഇല്ലാഞ്ഞതുകൊണ്ട് മാത്രം പാപം ചെയ്യാതിരുന്ന ഒരു കൂട്ടർ, സാത്താൻ പാപം ചെയ്യിക്കാൻ പ്രേരിപ്പിക്കുവാൻ ഇല്ലാതിരുന്നത് കൊണ്ട് മാത്രം പാപത്തിൽ ജീവിക്കാതിരുന്നവർ. അപ്പം സഹസ്രാബ്ദവും സമ്പൂർണ്ണ വിജയം എന്ന് പറയാൻ ഒക്കാത്തതുപോലെ മാനുഷിക സ്വഭാവങ്ങളുടെ വൈകല്യങ്ങൾ അവിടെയും കാണുന്നു. ആ കാര്യത്തെ എടുത്തു കാട്ടുക എന്ന ഒരു ഉദ്ദേശം. ഇന്നലെ വരെ നമ്മൾ ചിന്തിച്ചതിൽ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഇന്നലെ നമ്മൾ സമയം പോയതുകൊണ്ട് ഒടുവിൽ അതിനുള്ള അവസരം ഇല്ലായിരുന്നു. ഒന്നുമില്ല എന്ന് മൗനത്തിൽ നിന്ന് മനസ്സിലാക്കട്ടെ. എങ്കിൽ അടുത്ത ഉദ്ദേശം, എനിക്ക് തോന്നുന്നു ക്രിസ്തുവിൻ്റെ മഹത്വം എന്നുള്ളത് നമ്മൾ ചിന്തിച്ചായിരുന്നു തോന്നല്ലേ? അതോ ഇല്ലയോ? ഇല്ല, ഇല്ല, ഇല്ല. ഓക്കെ. എങ്കിൽ അടുത്ത
ഉദ്ദേശം, സഹസ്രാബ്ദത്തിൻ്റെ അടുത്ത ഉദ്ദേശം എന്ന് പറയുന്നത് ബൈബിളിലെ വളരെ കാതലായ പ്രവചനത്തിൻ്റെ നിവൃത്തിക്ക് വേണ്ടിയാണ്. ബൈബിളിലെ വളരെ കാതലായ പ്രവചന നിവൃത്തിക്ക് വേണ്ടി, വളരെ കാതലായ for the fulfillment of the core prophecy of the Bible. Okay, the core prophecy of the Bible. ബൈബിളിലെ നമ്മൾ നേരത്തെ കണ്ടതാണ് ഏറ്റവും ആദ്യത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ പ്രവചനം എന്ന് പറയുന്നത്, ഓർമ്മയുണ്ടല്ലോ, യെസ്, മശിഹ പ്രവചനമാണ്. The promise of the Messiah is the core of the biblical prophecies. ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവചന വിഷയം എന്ന് പറയുന്നത് മശിഹയാണ്. മശിഹ എന്ന് പറയുമ്പോൾ രണ്ട് പദങ്ങൾ, അത് രണ്ട് പ്രധാന വിഷയങ്ങളെ ചൂണ്ടിക്കാണിക്കുന്ന രണ്ട് പദങ്ങൾ നമ്മൾ ഓർക്കണം. ഒന്ന് ദ സഫറിങ്, മറ്റൊന്ന് ദ ഗ്ലോറി. കഷ്ടങ്ങൾ പിൻവരുന്ന മഹത്വം. കഴിഞ്ഞ ദിവസവും നമ്മൾ വായിച്ചതാണല്ലോ. 1 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം ഒന്നും കൂടെ ഈ സന്ദർഭത്തിൽ വായിച്ചാട്ടെ. 1 Peter 1:10. നിങ്ങൾക്ക് വരാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞ് അന്വേഷിച്ചിരുന്നു. അവരിലുള്ള ക്രിസ്തുവിന്റെ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടതായ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും മുൻകൂട്ടി സാക്ഷീകരിച്ചപ്പോൾ മതി സിസ്റ്റർ, നമുക്ക് ആ ഒരു പ്രയോഗം മതി. ക്രിസ്തുവിന് വരേണ്ടിയിരുന്ന കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും. അപ്പൊ മശിഹായെ കുറിച്ചുള്ള പ്രവചനമാണ് ബൈബിളിലെ ഏറ്റവും ആദ്യത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ പ്രവചനം. ഉൽപ്പത്തി 3:15 അത് തുടങ്ങുന്നു. ഉൽപ്പത്തി 3:15. അവിടം മുതൽക്കുള്ള ഈ പ്രവചനം മശിഹായെ കുറിച്ചാണെങ്കിൽ രണ്ട് പ്രധാന വിഷയങ്ങളാണ് മശിഹായിക പ്രവചനങ്ങളെയും കൂടെ ക്രോഡീകരിക്കാൻ ഉപയോഗിക്കാവുന്നത്. So we can summarize the entire messianic prophecies into two vocabularies, otherwise into two themes, as we now read from 1 Peter 1:10. The sufferings or the passions of Jesus, and also the coming glory of Jesus. ഇപ്പൊ മശിഹായുടെ സഫറിങ്ങും മശിഹായുടെ മഹത്വവും ഇത് രണ്ടുമാണ് മശിഹായെ കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രവചനം. ആ പ്രവചനത്തിന്റെ നിവൃത്തി ഉണ്ടാകുന്നത്, പരസ്യമാക്കപ്പെടുന്നത്, ഈ ഭൂമിയിൽ തന്നെ അത് വെളിപ്പെടുന്നത് ക്രിസ്തുവിന്റെ സഹസ്രാബ്ദത്തിലാണ്. ആ പ്രവചനത്തിന്റെ നിവൃത്തിക്ക് വേണ്ടിയാണ്. So the prediction of the sufferings of Christ and the glories that should follow. The sufferings already done, happened. വരേണ്ടിയിരുന്ന കഷ്ടങ്ങൾ അത് നിറവേറി. യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തോടെ അവയ്ക്ക് പൂർത്തിയായി. അത് വിവരിക്കേണ്ടതില്ലല്ലോ. ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങൾ, ക്രിസ്തുവിന്റെ ക്രൂശിന്റെ അനുഭവം, യേശുക്രിസ്തു കടന്നുപോയ പീഡകൾ,
പീഡകൾ, മാനസികമായും ശാരീരികമായും ഒക്കെ യേശു അനുഭവിച്ച വ്യഥകൾ, ആഗനീസ്, the passions, sufferings, afflictions, mental, physical, അങ്ങനെ എല്ലാ തരത്തിലുള്ള അത് നിറവേറി. എന്നാൽ പിൻവരുന്ന മഹത്വം, ആ പിൻവരുന്ന മഹത്വം എന്നതിന് 2-3 തലങ്ങളുണ്ട്. അതിൽ ഒരെണ്ണം നിറവേറിക്കഴിഞ്ഞു. ഏതാ? യേശു ക്രിസ്തുവിന്റെ അസെൻഷൻ, സ്വർഗാരോഹണത്തിന് ശേഷം ഇന്ന് ക്രിസ്തുവായിരിക്കുന്ന മഹിമ. നാം അതേപ്പറ്റി വായിക്കുന്നത് ദ റൈറ്റ് ഹാൻഡ് ഓഫ് ദ മാജസ്റ്റി എന്ന മഹിമയുടെ വലഭാഗേ, മഹിമയുടെ വലഭാഗേ. യേശു ഇന്നും മഹത്വത്തിൽ തന്നെയാണ്. യേശു ക്രിസ്തു യോഹന്നാന്റെ സുവിശേഷത്തിൽ തൻ്റെ ക്രൂശീകരണത്തെ പോലും തേജസ്കരണമെന്ന സംബോധന ചെയ്തത് ഓർമ്മ കാണുമല്ലോ. 12-ാമത്തെ അധ്യായത്തിൽ ക്രിസ്തു തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കാണുന്നു. ജീസസ് ഈവൻ അണ്ടർസ്റ്റുഡ് the crucifixion as his glorification. അപ്പോൾ ക്രൂശീകരണത്തോടു കൂടെ യേശുക്രിസ്തുവിന്റെ മഹത്വീകരണവും കൂടെ നടക്കുകയായിരുന്നു. യേശു ഉയർത്തു തേജസ്സോടെ, യേശു സ്വർഗത്തിലേക്ക് കയറി, ഇന്നും മഹിമയുടെ വലഭാഗെ ഇരിക്കുന്നു. എഫേസ്യർ 1:20 മുതൽക്കുള്ള വാക്യങ്ങളിൽ കാണും പോലെ, എഫേഷ്യൻസ് 1:20 നാം അവിടെ കാണുന്നത് പോലെ, യേശു ക്രിസ്തുവിനെ സകലത്തിനും മീതെ തലയാക്കി വെച്ചു. ജീസസ് ഈസ് നൗ എക്സാൾട്ടഡ് അബോവ് ഓൾ and he is now made the head of everything. സകലത്തിനും യേശുവിനെ തലയാക്കി വെച്ചു. He is the supreme. Of course, after the crucifixion, Jesus is in glory, in majesty. സ്തോത്രം. പക്ഷേ അതിൽ ഒരു അക്ഷരീക നിവൃത്തീകരണം ബാക്കിയുണ്ട്. അതാണ് ഈ ഭൂമിയിൽ തന്നെ യേശു കർത്താവിൻ്റെ മഹത്വീകരണം. സ്തോത്രം. ഈ ഭൂമിയിൽ തന്നെ ഈ നശ്വര പ്രപഞ്ചം, നശിക്കുന്ന ശരീരത്തിൽ വസിക്കുന്ന മനുഷ്യൻ, യേശുക്രിസ്തുവിനെ ക്രൂശിച്ചു കൊന്ന യഹൂദൻ യേശുവിൻ്റെ മഹത്വത്തെ കാണും. മഹത്വത്തെ കാണും. ആ മഹത്വത്തിൻ്റെ വെളിപ്പാട്, ആ തേജസ്സിന്റെ വെളിപ്പാട് സംഭവിക്കുന്നതും ഈ സഹസ്രാബ്ദത്തിൽ തന്നെയാണ്. സ്തോത്രം. സഹസ്രാബ്ദത്തിൽ തന്നെ ക്രിസ്തുവിന് വരേണ്ടിയിരുന്ന കഷ്ടങ്ങളെയും പിൻവരുന്ന മഹത്വത്തെയും, ആ മഹത്വത്തിൻ്റെ വെളിപ്പാടിന് വേണ്ടി ഈ ഭൂമിയിൽ തന്നെ ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ഒരു മഹത്വ വാഴ്ച ദൈവം അനുവദിച്ചിരിക്കുന്നു, നിയമിച്ചിരിക്കുന്നു. നമ്മൾ ഈ പഠിക്കുന്ന സഹസ്രാബ്ദത്തിൻ്റെ ഉദ്ദേശങ്ങൾ ഓരോന്നോരോന്ന് വേറെ വേറെയായിട്ട് നാം ചിന്തിക്കരുത്. ഈ പഠിക്കുന്നതെല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ക്രിസ്തുവിൻ്റെ മഹത്വത്തിൻ്റെ പ്രത്യക്ഷതയ്ക്കായി, ക്രിസ്തുവിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുവാനായി, അതാണ് നാം കൊലോസ്യർ 3:4 വായിക്കുന്നത്. നമ്മുടെ ജീവനായ ക്രിസ്തു തേജസ്സിൽ വെളിപ്പെടുമ്പോൾ നാമും അവനോട് കൂടെ തേജസ്സിൽ വെളിപ്പെടും. സ്തോത്രം. അപ്പം ക്രിസ്തുവിനോട് കൂടെ നമ്മുടെയും മഹത്വത്തിൻ്റെ വെളിപ്പാട് അവിടെ ഉണ്ട്.
അത് നമ്മൾ ഒന്നാമത്തെ പോയിന്റിൽ ചിന്തിച്ചിരുന്നു. നമ്മുടെ പ്രതിഫലത്തിൻ്റെ നടത്തിപ്പിന് വേണ്ടിയെന്ന്. നീതിമാന് പ്രതിഫലം ഉണ്ട് നിശ്ചയം. ആ പ്രതിഫലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തേജവൽക്കരിക്കപ്പെട്ട, തേജസ് ധരിച്ച മശിഹായോട് കൂടെ നമ്മളും തേജസ്കരിക്കപ്പെടുക എന്നുള്ളത്. അപ്പോൾ അതാണ് അടുത്ത ഉദ്ദേശമായിട്ടുള്ളത്. വ്യക്തമാണോ? എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? എങ്കിൽ അടുത്ത ഒരു ഉദ്ദേശം, for the fulfillment of the purposes of 70 weeks. For the fulfillment of the purposes of 70 weeks. നമ്മൾ പഠിച്ച 70 ആഴ്ചവട്ടത്തിൻ്റെ ഉദ്ദേശ നിവൃത്തികൾക്ക് വേണ്ടി. Rather for the consummation of the purposes of 70 weeks. 70 ആഴ്ചവട്ടത്തിൻ്റെ ഉദ്ദേശങ്ങളുടെ തികവിന് വേണ്ടി, പൂർത്തീകരണത്തിന് വേണ്ടി. ഓർമ്മ കാണും, നമ്മൾ 70 ആഴ്ചവട്ടത്തെക്കുറിച്ച് ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിൽ നിന്നും പഠിച്ചപ്പോൾ അതിൻ്റെ 24-25 വാക്യങ്ങളിൽ 6 ഉദ്ദേശങ്ങളെപ്പറ്റി കണ്ടിരുന്നു. 6 ഉദ്ദേശങ്ങൾ. ഒന്നും കൂടെ ആ വാക്യങ്ങളൊന്ന് വായിച്ചേക്കൂ, ഒരു ഓർമ്മപ്പെടുത്തലാകുമല്ലോ. അതിക്രമത്തെ തടസ്സം ചെയ്ത് പാപങ്ങളെ മുദ്രയിടുവാനും, അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്ത് നിത്യനീതി വരുത്തുവാനും, ദർശനവും പ്രവചനവും മുദ്രയിടുവാനും, അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാനും തക്കവണ്ണം നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. കണ്ടോ? 6 ലക്ഷ്യങ്ങൾ. സ്തോത്രം. വളരെ വ്യക്തതയോടെ നമ്മൾ അവിടെ കാണുന്നുണ്ട് 6 ഉദ്ദേശങ്ങളെ കുറിച്ച്. ആ ഉദ്ദേശങ്ങളിൽ 70 ആഴ്ചവട്ടത്തിൻ്റെ ആ ലക്ഷ്യങ്ങളിൽ ഒരെണ്ണത്തിൻ്റെ പകുതി മാത്രമേ ഇതുവരെ നിറവേറിയിട്ടുള്ളൂ എന്ന് നമ്മൾ പഠിച്ചിരുന്നു. അത് അതിക്രമത്തിന് പ്രായശ്ചിത്തം വരുത്തുക എന്നുള്ളതാണ്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൽ സകല മനുഷ്യരുടെയും, യഹൂദന്റെയും യഹൂദന്റെയും അല്ലാത്തവരുടെയും സകല മനുഷ്യരുടെയും പാപങ്ങൾക്ക് പ്രായശ്ചിത്തം, അകൃത്യത്തിന് പ്രായശ്ചിത്തം വരുത്തി. അതും പൂർണ്ണമല്ല, പകുതിയേ ആകുന്നുള്ളൂ. പൂർണ്ണം ആകുന്നില്ലെന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം കൊണ്ട് പകുതി എന്തെങ്കിലും നടന്നു എന്നല്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ പ്രായശ്ചിത്ത മരണം സമ്പൂർണമായിരുന്നു. അതിൻ്റെ ഫലം, അതിൻ്റെ വിജയം സമ്പൂർണം തന്നെ. അതിൽ കുറവുകളൊന്നുമില്ല. പക്ഷേ ആ പ്രായശ്ചിത്തം ക്രൂശിലെ മരണത്തിലും സംഭവിച്ചു. ഇപ്പോഴും യേശുക്രിസ്തുവിൻ്റെ മഹാപുരോഹിത ശുശ്രൂഷയിലും നടന്നുകൊണ്ടേ ഇരിക്കുന്നു എന്ന് നമ്മൾ അന്ന് പഠിച്ചത് ഓർമ്മ കാണുമല്ലോ. സ്തോത്രം. അവിടെ ഹിലാസ്മോസ് എന്നും ഹിലാസ്റ്റേറിയോൻ എന്നുമുള്ള 2 പദങ്ങളുടെ അപഗ്രഥനം നമ്മൾ നടത്തിയിരുന്നു. സ്തോത്രം. അതിൽ ഒന്ന് യേശുവിൻ്റെ ക്രൂശ് മരണമാണ് നമ്മുടെ പ്രായശ്ചിത്തം. മറ്റൊന്ന് യേശുക്രിസ്തുവിൻ്റെ മഹാപുരോഹിത വൃത്തി, യേശുക്രിസ്തുവിൻ്റെ മധ്യസ്ഥത. 1 യോഹന്നാൻ 2-ാം അധ്യായം
1-2 വാക്യങ്ങളിൽ നാം കാണുന്നത് പോലെ. 1 John chapter 2 verses 1 and 2. അവിടെ യോഹന്നാൻ പറയുന്നു, കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. നിങ്ങൾ അഥവാ ആരെങ്കിലും പാപം ചെയ്തുവെങ്കിലോ, അഥവാ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ചേർത്തതാണ്. അഥവാ ആരെങ്കിലും പാപത്തിൽ വീണുപോകുന്നെങ്കിലോ, എല്ലാം കഥ കഴിഞ്ഞെന്നും പറഞ്ഞ് ആരും പോയി ആത്മഹത്യയൊന്നും ചെയ്യണ്ട. ഇനിയും രക്ഷയില്ലെന്നും പറഞ്ഞ് ഇനി എന്നാൽ ഏതായാലും പാപത്തിൽ വീണു, ഇനിയിപ്പോ അങ്ങ് ശരിക്ക് പാപത്തിലങ്ങ് കുളിച്ചു കയറിയേക്കാം എന്ന് വിചാരിച്ച് പാപത്തിലേക്ക് ഇറങ്ങിപ്പോകണ്ട. സ്തോത്രം. പിന്നെന്താ യോഹന്നാൻ പറയുന്നത്? നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. എന്നിട്ട് അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ആകുന്നു, നമ്മുടേതിന് മാത്രമല്ല സർവ്വലോകത്തിന്റെ പാപത്തിനും തന്നെ. കണ്ടോ? യേശുക്രിസ്തു ക്രൂശിൽ ഒരിക്കൽ പ്രായശ്ചിത്തമായി എന്ന് മാത്രമല്ല, he still continues to be our propitiation before God through his high priestly ministry. യേശുക്രിസ്തു ഒരിക്കൽ നമുക്ക് വേണ്ടി പാപയാഗമായി പ്രായശ്ചിത്ത മരണം വരിച്ചു. അത് ചരിത്രത്തിൽ നിറവേറി, സത്യം തന്നെ. എന്നാൽ അതുകൊണ്ട് യേശുവിൻ്റെ പ്രായശ്ചിത്ത യാഗത്തിൻ്റെ പ്രവൃത്തിയോ ശക്തിയോ തീരുന്നില്ല. അത് ഇപ്പോഴും തുടരുന്നു. എങ്ങനെ? പിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി പ്രായശ്ചിത്തമായിരിക്കുന്നതിലൂടെ. അതാണ് മഹാപുരോഹിത ശുശ്രൂഷ എന്ന് നമ്മൾ പറഞ്ഞത്. അല്ലെങ്കിൽ തീമോഥെയോസിനുള്ള ലേഖനത്തിൽ പൗലോസ് പറയുന്നത് പോലെ അവൻ നമ്മുടെ മധ്യസ്ഥനായിരിക്കുന്നു. അപ്പോൾ തൻ്റെ മധ്യസ്ഥതയാൽ, മഹാപുരോഹിത ശുശ്രൂഷയാൽ ക്രിസ്തു ഇന്നും സകല മനുഷ്യർക്കും വേണ്ടി പ്രായശ്ചിത്തം ആയിക്കൊണ്ടിരിക്കുന്നു. അതാണ് നമ്മൾ അവിടെ നിന്നും കണ്ടത്. സ്തോത്രം. എന്നാൽ അതുകൂടാതെയുള്ള മറ്റ് ഉദ്ദേശങ്ങളൊന്നും, ഏതിൻ്റെ? 70 ആഴ്ചവട്ടം ദൈവം ഇസ്രായേലിന് നിയമിച്ച ബാക്കിയുള്ള ഉദ്ദേശങ്ങളൊന്നും ഇതുവരെ പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. ഓർമ്മ കാണുമല്ലോ, 6 ഒന്നാമത്തേതാണ് അതിക്രമത്തെ തടസ്സം ചെയ്ത്, അല്ലെങ്കിൽ ചെയ്യേണ്ടതിന്, ടു ഫിനിഷ് ദ ട്രാൻസ്ഗ്രഷൻ. എപ്പോഴാണത് സംഭവിക്കുന്നതെന്ന് നമ്മൾ അന്ന് പഠിച്ചതാണ്. ആവർത്തിക്കുന്നതിൽ ക്ഷമിച്ചാലും. സ്തോത്രം. എന്നാൽ അത് സംഭവിക്കുന്നത് അതിക്രമത്തെ തടസ്സം ചെയ്യുന്നത്, അഥവാ ഫിനിഷ് ദ ട്രാൻസ്ഗ്രഷൻ. when will it happen? ആരുടെ അതിക്രമത്തെ തടസ്സം ചെയ്യുന്ന കാര്യമാ? മാനവജാതിയുടെ അല്ല. സാത്താന്റെ. ആഹാ, മറന്നുപോയി. ഈ 70 ആഴ്ചവട്ടം ആർക്ക് വേണ്ടിയാ? ഇസ്രായേലിനുള്ള നമ്മളിപ്പോ വായിച്ച വാക്യത്തിലുണ്ട്, നിനക്കും, നിന്റെ ജനത്തിനും വിശുദ്ധ യുവർ ഹോളി സിറ്റി, ഫോർ യുവർ പീപ്പിൾ ആൻഡ് ഫോർ ദ ഹോളി സിറ്റി. ഒന്നും കൂടെ വായിച്ചോ, 24 വാക്യം. അതിക്രമത്തെ തടസ്സം ചെയ്ത് പാപങ്ങളെ ദാനിയേൽ 9:24 ആണ് വായിക്കുന്നത്. അതിക്രമത്തെ തടസ്സം ചെയ്ത് പാപങ്ങളെ മുദ്രയിടുവാനും അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്ത് നിത്യനീതി വരുത്തുവാനും ദർശനവും പ്രവചനവും മുദ്രയിടുവാനും അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാനും തക്കവണ്ണം
നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ഉദ്ദേശങ്ങൾ ആരുമായി ബന്ധപ്പെട്ട? ഇസ്രായേലൈറ്റ്സ്. നിന്റെ ജനമെന്ന് ദാനിയേലിനോട് പറഞ്ഞത് ദാനിയേലിന്റെ ജാതിക്കാർ എന്ന് വെച്ചാൽ ഇസ്രായേൽ. വിശുദ്ധ നഗരം എന്ന് വെച്ചാൽ യെരൂശലേം. അപ്പോൾ ഇസ്രായേലുമായി ബന്ധപ്പെട്ടാണ് ഇത് കൃത്യതയോടെ പറഞ്ഞിരിക്കുന്നത്. ദീസ് ആർ ദ എക്സ്ക്ലൂസീവ് പ്രോഫസീസ് ഫോർ ഇസ്രായേൽ. അപ്പം ഇസ്രായേലിന്റെ അതിക്രമത്തെ തടസ്സം ചെയ്യുക, to finish the transgression of the people of Israel, to finish the transgression of the holy city. ഹോളി സിറ്റി എന്ന് പറഞ്ഞാൽ യെരുശലേം വാസികൾ എന്നർത്ഥമേ ഉള്ളൂ കേട്ടോ, അല്ലാതെ പട്ടണം എന്നതല്ല. അവിടുത്തെ പട്ടണവാസികൾ, യെരുശലേം വാസികൾ എന്ന അർത്ഥമാണ് അവിടെ പ്രധാനമായും. അപ്പോൾ ഇസ്രായേലിന്റെ അകൃത്യത്തെ പോക്കുന്നത് എപ്പോഴാണെന്ന് നമ്മൾ കണ്ടല്ലോ. നിങ്ങളും കൂടെ ഒന്ന് പോരെ. മഹോപദ്രവം തീർന്നിട്ട് യേശു കർത്താവ് മഹത്വത്തോടെ വരുമ്പോഴാണ് കുത്തിത്തുളച്ചവരും കുത്തിത്തുളയ്ക്കപ്പെട്ട യേശുവിനെ കണ്ടിട്ട് അയ്യോ ഇവനായിരുന്നല്ലോ സാക്ഷാൽ മശിഹ, പക്ഷേ ഞങ്ങളോ ഞങ്ങളുടെ പിതാക്കന്മാരോ ഇവനെ അറിഞ്ഞില്ല, തള്ളിക്കളഞ്ഞു എന്ന് പറഞ്ഞ് വെളിപ്പാട് 1:7 വിലപിച്ചുകൊണ്ട് മാറത്തടിച്ച് മാനസാന്തരപ്പെടുമ്പോൾ കർത്താവ് അവരുടെ പാപങ്ങളെ ക്ഷമിക്കും. പുതിയ നിയമം നമ്മൾ ഇന്നലെയും വായിച്ചു, യെരമ്യാവിലും യെശയ്യാവിലുമൊക്കെ. സ്തോത്രം. പുതിയ നിയമം അവരുടെ പാപങ്ങളെ ക്ഷമിക്കുന്നു. സ്തോത്രം. അവരുടെ പാപങ്ങളെ ക്ഷമിക്കുന്നു. യെശയ്യാ 59:20-21 നമ്മൾ നേരത്തെ വായിച്ചിട്ടുള്ളതാണ്. അന്ന് 70 വീക്സിൽ നമ്മൾ എഴുതിയിട്ടുള്ളതാണ്. ഇതൊക്കെ ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇത് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നത്, നമ്മൾ സാധാരണ നമ്മുടെ സഭകളിലൊന്നും കേൾക്കാത്ത വിഷയമാണ് 70 ആഴ്ചവട്ടം എന്നൊക്കെ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ തന്നെ ഒരു പാസിംഗ് റെഫറൻസ്, പ്രസംഗിക്കുന്ന വഴിയിൽ 70 ആഴ്ചവട്ടം എന്നൊക്കെ ഒന്ന് പറഞ്ഞു പോകാറേ ഉള്ളൂ. അതുകൊണ്ട് സാധാരണ നമ്മൾ കേൾക്കാത്ത വിഷയം ആയിട്ട് ഇതിരിക്കുന്നു. അതുകൊണ്ട് ഒരിക്കൽ നമ്മൾ കേട്ടത് മനസ്സിൽ തങ്ങി നിൽക്കണമെന്നില്ല. അതുകൊണ്ട് ഞാനൊന്നും കൂടെ ഇത് ആവർത്തിക്കുകയാണ്. സ്തോത്രം. സമയം കളയാൻ വേണ്ടിയല്ല. ഓക്കെ, ഒന്നും കൂടെ ആവർത്തിക്കുന്നു മാത്രം. അപ്പം ഈ പശ്ചാത്തലത്തിൽ ചിലപ്പോൾ അന്നത്തേക്കാൾ കുറച്ചും കൂടെ നന്നായിട്ട് ഇന്ന് മനസ്സിലാകാനും സാധ്യതയുണ്ട്. അപ്പം അതാണ് സെഖരിയാവ് 12:10 കൂടെ ഒന്ന് വായിച്ചോളൂ. സെഖരായ 12:10. ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും യെരൂശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ പകരും. തങ്ങൾ കുത്തിയിട്ടുള്ളവങ്കിലേക്ക് അവർ നോക്കും. ഏകജാതനെക്കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ അവനെക്കുറിച്ച് വിലപിക്കും. ആദിജാതനെക്കുറിച്ച് വ്യസനിക്കുന്നത് പോലെ അവർ അവനെക്കുറിച്ച് വ്യസനിക്കും. എന്ന് വെച്ചാൽ മാനസാന്തരമെന്ന് ഒറ്റ വാക്കിൽ പറയാം. പശ്ചാത്താപത്തോടെ അനുതാപത്തോടെ പാപങ്ങളെ അവർ സമ്മതിച്ച് ക്രിസ്തുവിങ്കിലേക്ക് തിരിയുകയും ക്രിസ്തുവിനെ അവർ മശിഹയായി, യേശുവിനെ, മറിയയുടെ മകനായ യേശുവിനെ, ക്രൂശിക്കപ്പെട്ട യേശുവിനെ, നസറായനായ യേശുവിനെ അവർ മശിഹയായി സ്വീകരിക്കുകയും ചെയ്യും. യെശയ്യാ 27:9, ഐശയ്യാ 27:9.
ഇതുകൊണ്ട് യാക്കോബിന്റെ അകൃത്യത്തിന് പരിഹാരം വരും. അവന്റെ പാപത്തെ നീക്കിക്കളഞ്ഞതിന്റെ ഫലമെല്ലാം ഇതാകുന്നു: അവൻ ബലിപീഠത്തിന്റെ കല്ലൊക്കെയും ഇടിച്ചു തകർത്ത ചുണ്ണാമ്പുകല്ല് പോലെ ആക്കുമ്പോൾ അശേര പ്രതിഷ്ഠകളും സൂര്യസ്തംഭങ്ങളും ഇനി നിവർന്നു നിൽക്കുകയില്ല. സ്തോത്രം. യാക്കോബിൽ നിന്ന് ദൈവം അകൃത്യത്തെ എടുത്തു മാറ്റുകയാണ്. അവരുടെ അധർമ്മത്തിന് അന്തം വരുത്തുകയാണ്. ഇത് സഹസ്രാബ്ദത്തിന്റെ തുടക്കത്തിൽ മഹാപീഡനത്തിന്റെ അന്ത്യത്തിൽ അവസാനം നടക്കുന്ന കാര്യം. എന്നിട്ട് ഈ ജനതയുമായി ഇങ്ങനെ പാപം മോചിക്കപ്പെട്ട അവസ്ഥയിൽ തുടരേണ്ടതുണ്ട്. തീർന്നില്ല. രണ്ടാമത്തേത് എന്താണ്? രണ്ടാമത്തെ ഉദ്ദേശം പാപങ്ങളെ മുദ്രയിടുക. മെയ്ക്ക് ആൻ എൻഡ് ഓഫ് സിൻ. മലയാളത്തിൽ പാപങ്ങളെ മുദ്രയിടുക എന്നാണ്, ഇംഗ്ലീഷിൽ ടു മെയ്ക്ക് ആൻ എൻഡ് ഓഫ് സിൻ. സ്തോത്രം. വീണ്ടും പറയുന്നു, ഇത് ഇസ്രായേലുമായി ബന്ധപ്പെട്ട. ഇസ്രായേലിന്റെ പാപം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്. റിജക്ഷൻ ഓഫ് മെസ്സായ, മശിഹായെ തിരസ്കരിച്ചതാണ് അവരുടെ പാപം. പാപത്തിന് അന്തം വരുത്തുക, അവരുടെ പാപത്തെ മുദ്രയിടുക. അവർ മശിഹായെ തള്ളിക്കളഞ്ഞ പാപം അവരോട് ക്ഷമിക്കുക. ഇതും സംഭവിക്കുന്നത് എപ്പോൾ മാത്രമേ ഉള്ളൂ? നമ്മളിപ്പോൾ പറഞ്ഞ യേശു കർത്താവ് മഹത്വത്തോടെ ഇറങ്ങി വരുന്ന സമയത്ത് മാത്രം. കൂടാതെ പാപത്തിന് കാരണക്കാരൻ ആരാണ്? പിശാച, സൈറ്റൻ. അവനെ മുദ്രയിടുക. ഇതും സഹസ്രാബ്ദത്തിലാ. 1000 ആണ്ടേക്ക് അവനെ അഗാധ കൂപത്തിൽ ചങ്ങലക്കിടുന്നത്. 1000 ആണ്ടേക്ക് പിശാചിനെ, പാപത്തിന് കാരണമായ പിശാചിനെ ചങ്ങലക്കിടുന്നു. നമ്മൾ നേരത്തെ പഠിച്ചൊരു കാര്യമുണ്ട്. സാത്താന്റെ പാപവും മനുഷ്യന്റെ പാപവും തമ്മിലുള്ള വ്യത്യാസം. മനുഷ്യൻ പാപം ചെയ്തത് പരപ്രേരണയാല, ബാഹ്യശക്തിയുടെ പ്രേരണയാല. Man sinned because of an external influence of an external person, that is Satan. സാത്താൻ എന്ന ഒരു ബാഹ്യ വ്യക്തിയുടെ സ്വാധീനത്തിലാണ് മനുഷ്യൻ പാപം ചെയ്തത്. അതുകൊണ്ടാ 1000 ആണ്ട്, യേശുക്രിസ്തുവിന്റെ 1000 ആണ്ട് വാഴ്ചക്കാലത്ത് സാത്താനെ ഇറങ്ങി നടക്കാൻ അനുവദിക്കാതെ ബന്ധിക്കുന്നത്. അങ്ങനെ പാപം ചെയ്യിക്കുന്ന സാത്താനെ മാറ്റിയിട്ട് അവനെ മുദ്രയിട്ടിട്ട് ക്രിസ്തു തൻ്റെ രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കുക എന്ന ലക്ഷ്യം. അപ്പൊ ഈ രണ്ടാമത്തെ ഉദ്ദേശവും നിവർത്തിക്കപ്പെടുന്നത് ക്രിസ്തുവിൻ്റെ സഹസ്രാബ്ദ കാലത്ത് തന്നെ. വേഗത്തിൽ പോകുന്നു. മൂന്നാമത്തേത് നമ്മൾ ആദ്യമേ തന്നെ ചിന്തിച്ചു, അകൃത്യത്തിന് പ്രായശ്ചിത്തം വരുത്തുക. ടു മേക്ക് റെക്കൺസിലിയേഷൻ ഫോർ ഇനിക്വിറ്റി. അത് നമ്മൾ പഠിച്ചതുപോലെ ആത്യന്തികമായും സംഭവിച്ചത് ക്രൂശിലാണ്. കൂടാതെ ഇപ്പോഴും യേശുക്രിസ്തുവിൻ്റെ മധ്യസ്ഥതയാൽ, മഹാപുരോഹിത ശുശ്രൂഷയാൽ അത് തുടർന്നു വരുന്നു. അത് നമ്മൾ കണ്ടതാണ്. യേശുക്രിസ്തുവിൻ്റെ യാഗം എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട വിഷയം.
അത് ഭാഗികമായി നിറവേറി, രണ്ടാം ഭാഗം നിറവേറിക്കൊണ്ടേ ഇരിക്കുന്നു. ഈവൻ ഈ യഹൂദന്മാരുടെ, ഇസ്രായേല്യരുടെ പാപവും ആത്യന്തികമായും ക്ഷമിക്കുന്നത് യേശുക്രിസ്തുവിലൂടെ തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ക്രിസ്തുവാണ് അവരുടെ പാപങ്ങളെ ക്ഷമിക്കുന്നത്. അവർ അന്ന് ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞെങ്കിലും എന്നാൽ ഇനിയും പൊക്കമൊന്നും പറഞ്ഞ് കർത്താവ് അവരെ ഉപേക്ഷിക്കുന്നില്ല. അതാണ് റോമാലേഖനത്തിലും നമ്മൾ 9-ാമത്തെ അധ്യായത്തിൽ നേരത്തെ വായിച്ചിട്ടുണ്ട്. പൗലോസ് ചോദിക്കുന്നു, എന്തേ ദൈവം തൻ്റെ ജനത്തെ തള്ളിക്കളഞ്ഞുവോ? പൗലോസ് പറയുന്നു, ഇല്ല, ഒരു നാളുമില്ല. അടുത്തതാണ് 4-ാമത്തേത്, നിത്യനീതി വരുത്തുവാൻ. നിത്യനീതി സ്ഥാപിക്കുക. ടു ബ്രിങ് അബൌട്ട് എവർലാസ്റ്റിംഗ് റൈച്ചസ്നെസ്. നിത്യനീതി ഉറപ്പാക്കുക, വരുത്തുക എന്നൊക്കെ അതിനർത്ഥം. നമ്മൾ കണ്ടു കഴിഞ്ഞു. എപ്പോഴാണ് ഈ നിത്യനീതി ഉണ്ടാവുന്നത്? നീതിയോടെയുള്ള രാജാവ്. ഒരു രാജാവ് നീതിയോടെ വാഴുമ്പോൾ. നമുക്കറിയാം, ആ രാജാവ് മറ്റാരുമല്ല, നമ്മുടെ കർത്താവായ യേശു. സ്തോത്രം. അപ്പോൾ യേശുക്രിസ്തു നിത്യനീതി ഈ ലോകത്തിൽ വരുത്തും. ഈ അനീതി നിറഞ്ഞ, അശുദ്ധി നിറഞ്ഞ, പാപം നിറഞ്ഞ ലോകത്തിൽ തന്നെ നമ്മുടെ കർത്താവ് നീതിയുള്ള ഒരു ഭരണകൂടം സ്ഥാപിക്കും. ഇത് ഈ ലോകത്തിൽ സാധ്യമാണെന്ന് യേശു തെളിയിക്കും. സ്തോത്രം. യേശു കർത്താവ് ഭൂമിയിൽ മനുഷ്യനായിട്ട് വന്നപ്പോൾ, ഓർമ്മയുണ്ടോ? കർത്താവിൻ്റെ മനുഷ്യപ്പിറവിയുടെ, മനുഷ്യജന്മത്തിൻ്റെ ഉദ്ദേശങ്ങൾ നമ്മൾ 3-4 എണ്ണം ചിന്തിച്ചത് പഠിച്ചിട്ടുണ്ട്. മറന്നുപോയി കാണാൻ സാധ്യതയുണ്ട്. 1, ടു റിവീൽ God in his fullness. ദൈവത്തെ പൂർണ്ണതയിൽ വെളിപ്പെടുത്തുക. യോഹന്നാൻ 1:18 നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, എന്നാൽ തൻ്റെ മടിയിൽ ഇരിക്കുന്ന തൻ്റെ ഏകജാതൻ പിതാവായ ദൈവത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ടു റിവീൽ ഗാഡ്. രണ്ടാമത്തെ ഉദ്ദേശം നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തായിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. വെരി ഗുഡ്. ടു പ്രൂവ് വാട്ട് ഗാഡ് റിയലി ഓർ ഒറിജിനലി intended the man to be. To prove what God originally intended the man to be. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ എന്താണോ മനുഷ്യൻ ആകണമെന്ന് ആഗ്രഹിച്ചത് അത് വെളിപ്പെടുത്തുക. ഇങ്ങനെ നിങ്ങൾ ജീവിക്കാനാണ് ദൈവം നിങ്ങളെ സൃഷ്ടിച്ചതെന്ന് മനുഷ്യരോട് പറയുക. ഒന്നാമത്, ഇങ്ങനെയാണ് ദൈവം. 2, ഇങ്ങനെയായിരുന്നു നിങ്ങൾ ആയിരിക്കേണ്ടിയിരുന്നത്. മൂന്നാമത്തേത്, മനുഷ്യൻ എന്തായി തീരാൻ കഴിയും എന്ന് തെളിയിക്കുക. ടു പ്രൂവ് വാട്ട് മാൻ ക്യാൻ ബി. ടു പ്രൂവ് or to establish or to reveal what human beings can become. മനുഷ്യന് എന്തായി തീരാൻ കഴിയും എന്ന് തെളിയിക്കുക. ഇപ്പൊ മൂന്നാമത്തെ കാര്യം, യേശു ജഡത്തിൽ വെളിപ്പെട്ടുകൊണ്ട് മനുഷ്യജാതിയോട് വിളിച്ചു പറഞ്ഞത്, ഇങ്ങനെയൊക്കെ നിങ്ങൾക്കും ജീവിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് മുമ്പേ ഞാൻ ഇങ്ങനെ ജീവിച്ചതുകൊണ്ട് നിങ്ങൾക്കും എൻ്റെ കാൽച്ചുവടുകളെ പിൻപറ്റിയാൽ മതി.
ദൈവത്തിൻ്റെ ആഗ്രഹപ്രകാരമുള്ള മനുഷ്യരായി തീരാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് കർത്താവ് വെളിപ്പെടുത്തി. നാലാമത്തേത്, ആ ഉദ്ദേശപ്രകാരം മനുഷ്യൻ എങ്ങനെ തികഞ്ഞവനായി തീരണം, അതിനെന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അതെല്ലാം പ്രൊവൈഡ് ചെയ്യുക, നൽകി തരിക. ടു പ്രൊവൈഡ് എവ്രിതിങ് ഹ്യൂമൻ ബീങ്സ് നീഡഡ് ടു ബിക്കം എ പെർഫെക്റ്റ് ഹ്യൂമൻ ബീങ്സ് ഇൻ ഗാഡ്സ് ഒറിജിനൽ ഇന്റൻഷൻ. സ്തോത്രം. ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിൽ ദൈവം നമ്മെ, മനുഷ്യനെ കുറിച്ച് എന്താഗ്രഹിച്ചോ അത് ആയിത്തീരേണ്ടതിന്, അങ്ങനെ നമ്മളാകേണ്ടതിന് എന്തൊക്കെ വേണോ അതെല്ലാം നൽകി തരിക. പാപക്ഷമ ഉൾപ്പെടെ, നീതീകരണം ഉൾപ്പെടെ, റെക്കൺസിലിയേഷൻ, ദൈവത്തോട് നിരപ്പ് അഥവാ സമാധാനം ഉൾപ്പെടെ, ദൈവവചനം, പരിശുദ്ധാത്മാവ്, പ്രത്യാശ എന്ന് വേണ്ട എന്തെല്ലാം അതിന് വേണോ അതെല്ലാം നൽകി തരിക. So Christ was proving all these things in his humanity. യേശു തൻ്റെ മനുഷ്യത്വത്തിൽ വന്നപ്പോൾ മനുഷ്യരോടുള്ള ബന്ധത്തിൽ ഈ കാര്യങ്ങൾ, ഈ 4 കാര്യങ്ങൾ വെളിപ്പെടുത്തി, അല്ലെങ്കിൽ 3 കാര്യങ്ങൾ വെളിപ്പെടുത്തി അവയ്ക്ക് വേണ്ടതൊക്കെ 4-ാമത്തെ കാര്യത്തിൽ നമുക്ക് തന്നു. ഇതുപോലെ യേശുവിൻ്റെ സഹസ്രാബ്ദ വാഴ്ചയിലും യേശു ഒരു കാര്യം ഉറപ്പിക്കുകയാണ്: മനുഷ്യ രാജാക്കന്മാരെ, മാനുഷിക ഭരണകൂടങ്ങളെ, നിങ്ങൾക്കും ഇത് സാധ്യമായിരുന്നു. കാൾ മാർക്സോ, ലെനിനോ, സ്റ്റാൻലിനോ അല്ല, ഇന്ത്യയിൽ മഹാത്മാഗാന്ധിയോ നെഹ്റുവോ സുഭാഷ് ചന്ദ്രബോസോ, പിന്നിങ്ങോട്ട് വന്നാൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിയോ മോദിജിയോ, നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇപ്പോഴത്തെ ഗവൺമെന്റോ പ്രതിപക്ഷമോ ഒക്കെ സ്വപ്നം കാണാൻ നമ്മളെ പഠിപ്പിച്ച, നമുക്ക് വാഗ്ദത്തം തന്ന സമത്വസുന്ദരമായ, കറപ്ഷൻ ഇല്ലാത്ത, ഒരു തരത്തിലുമുള്ള അനീതിയില്ലാത്ത, അന്യായമില്ലാത്ത, എല്ലാവർക്കും നീതി ഉറപ്പാക്കുന്ന ഒരു ഭരണകൂടം, ഇവരെല്ലാവരും സ്വപ്നം കണ്ടതും ആഗ്രഹിച്ചതും നമുക്കൊക്കെ വാഗ്ദത്തം തന്നതും അവകാശപ്പെടുന്നതുമല്ല ഇത് തന്നെയാണ്. പക്ഷേ വല്ലതും നടക്കുന്നുണ്ടോ? ഇല്ല. എന്നാൽ ഇവരൊക്കെ സ്വപ്നം കണ്ട, ഇവരൊക്കെ വാഗ്ദത്തം ചെയ്ത, ഇവരൊക്കെ വ്യാജമായി അവകാശം പറയുന്ന സമത്വസുന്ദരമായ, നീതിയുള്ള, അനീതിയില്ലാത്ത, അസത്യമില്ലാത്ത ഒരു രാജ്യം സ്ഥാപിക്കുക. ഈ ഭൂമിയിൽ തന്നെ അത് സ്ഥാപിച്ച്, നമ്മൾ ഇന്നലെ കണ്ടതുപോലെ ഈ സൃഷ്ടികൾക്കു പോലും അത് അനുഭവിക്കാനായിട്ട് അവസരം നൽകുക. ഇതും അതാണ് 70 ആഴ്ചവട്ടത്തിൻ്റെ 4-ാമത്തെ ലക്ഷ്യം, നിത്യനീതി സ്ഥാപിക്കുക. അതും സംഭവിക്കുന്നത് എപ്പോൾ മാത്രമേ ഉള്ളൂ? നീതിയുള്ള രാജാവായ യേശു ക്രിസ്തുവിൻ്റെ ഭരണത്തിൽ മാത്രം. നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്, യെശയ്യാവ് 32:1, 35:10, Isaiah 32:1 following, Isaiah 35:10, also Habakkuk 2:14, ഹബക്കുക്ക് 2:14, ഇങ്ങനെയുള്ള വാക്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. സ്തോത്രം. ഈ ലക്ഷ്യവും നിറവേറുന്നത്
സഹസ്രാബ്ദത്തിൽ മാത്രമേ ഉള്ളൂ. സഹസ്രാബ്ദത്തിൽ മാത്രമേ ഉള്ളൂ. മറ്റൊന്ന്, അഞ്ചാമത്തേതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്, ദർശനവും പ്രവചനവും മുദ്രയിടുവാൻ. ദർശനവും പ്രവചനവും മുദ്രയിടുക. ഇതും എപ്പോൾ മാത്രമേ സംഭവിക്കുന്നുള്ളൂ എന്ന് നമ്മൾ കണ്ടു? നമ്മുടെ സകല പ്രവചനങ്ങളുടെയും പൊരുളായ ക്രിസ്തു തനതായി വെളിപ്പെടുമ്പോൾ മാത്രം. സ്തോത്രം. അതുവരെ നമുക്ക് പ്രവചനവും ദർശനവും ഒക്കെ ആവശ്യമുണ്ട്. ആത്മക്കണ്ണുകളാൽ ദർശിച്ചത് അക്ഷരീയ കണ്ണുകളാൽ നമ്മൾ കാണുന്നതോടുകൂടെ അതിന് പരിസമാപ്തിയാകുന്നു. പ്രവചിച്ചവനെ നമ്മൾ സാക്ഷാൽ കാണുമ്പോൾ പിന്നെ നമുക്ക് വിശ്വാസം പോലും വേണ്ട, പ്രത്യാശയും വേണ്ട. പിന്നെ ആകെക്കൂടെ എന്തേ കാണൂ? സ്നേഹം. സ്നേഹം. സ്തോത്രം. അപ്പോൾ ഇതും നിറവേറുന്നത് കർത്താവിൻ്റെ സഹസ്രാബ്ദ യുഗത്തിലാണ്. 1 കൊരിന്ത്യർ 13:8 തൊട്ടുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. സ്തോത്രം. അവിടെ പൂർണ്ണമായത് വരുന്നതിനെ കുറിച്ച് നമ്മൾ കാണുകയാണ്. പൂർണ്ണമായത് വരുന്നതിനെ കുറിച്ച്. സ്തോത്രം. വാക്യം ഒന്ന് വായിച്ചോളൂ. പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും. ഇന്ന് നമ്മൾ എങ്ങനെയാ കാണുന്നത്? അംശമായിട്ട്. നമ്മൾ ഇന്ന് കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും. ഇപ്പോൾ നാം അംശമായി അറിയുന്നു, അപ്പോഴോ അറിയപ്പെട്ടതുപോലെ അറിയുകയും. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ മൂന്നും നിലനിൽക്കുന്നു. ഇവയിൽ വലുത് സ്നേഹം തന്നെ. അപ്പം അതുവരെ, പൂർണ്ണമായത് വരും വരെ, ബ്രദറൻ ബാപ്റ്റിസ്റ്റ് സഭാ സംഘടനകൾ പറയുന്നത് പൂർണ്ണമായത് എന്നത് ബൈബിൾ കാനോൻ ആണെന്നാണ്. അല്ല. സ്തോത്രം. ബൈബിൾ ഇന്നത്തെ അവസ്ഥയിൽ കാനോനികമായി നമുക്ക് കിട്ടിയതുകൊണ്ട് നമുക്ക് കർത്താവിനെ അറിയേണ്ടതുപോലെ അറിയാനായിട്ട് കഴിഞ്ഞെങ്കിൽ ഇനിയും അറിയാനായിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞാൽ നമുക്കത് അംഗീകരിക്കാം. സ്തോത്രം. കണ്ണാടിയിൽ കടമൊഴിയായി നമ്മൾ ഇന്ന് കാണുന്നതേ ഉള്ളൂ. ഈ തിരുവെഴുത്തുകളിൽ നമ്മൾ ദൈവത്തെ കാണുന്നത് കണ്ണാടിയിൽ കടമൊഴിയായിട്ടാണ്. ജസ്റ്റ് ആസ് ഇൻ എ മിറർ, ജസ്റ്റ് എ റിഫ്ലക്ഷൻ ഈസ് ദയർ. This is just a reflection, not the real one. The really real person of God is still to be revealed, rather still to be known. And that is possible only when we will become like him, that we may know him as he is. That we may see him as he is and know him as he is. That is possible only when we will be transformed. That transformation is possible only when Christ comes. So this is not about the canon of the Bible, but it is about Jesus manifesting back again and meeting with his people literally. അപ്പോൾ ഇവിടെ പറയുന്ന പൂർണ്ണമായത് വരും എന്നത് വേദപുസ്തകത്തെ കുറിച്ചല്ല. അത് മൗഢ്യമായൊരു വാദമാണ്. എന്നാൽ ക്രിസ്തുവിൻ്റെ
പുനരാഗമനത്തെക്കുറിച്ചാണ്. കാരണം ബൈബിൾ നമുക്കിന്ന് കിട്ടി. ശരിയാണ്, കഴിഞ്ഞ 2000-ഓളം വർഷമായി നമുക്ക് ഈ പുസ്തകമുണ്ട്. കാനോൻ ഒക്കെ രൂപീകരിക്കപ്പെട്ടതോ അല്ലെങ്കിൽ അംഗീകരിക്കപ്പെട്ടതോ ഒക്കെ പിൽക്കാലത്താണെങ്കിൽ കൂടെ, എന്നാൽ ഈ വേദപുസ്തകം ലഭിച്ച നാം എല്ലാവരും ദൈവത്തെ, ക്രിസ്തുവിനെ അറിയാവുന്നതുപോലെ, അറിയേണ്ടതുപോലെയും അറിയാൻ കഴിയുന്നതുപോലെയും അറിഞ്ഞോ? ഇല്ല. അവിടെ കാണുന്നത് പോലെ പ്രവചനവരം നിന്നുപോകും, ഭാഷ നീങ്ങിപ്പോകും, ഭാഷാവരം നിന്നുപോകും എന്നൊക്കെ പറയുന്നത് പോലെ ജ്ഞാനവും നിന്നുപോയി എന്ന് സമ്മതിക്കേണ്ടി വരും. അപ്പോൾ അവിടെ കർത്താവിൻ്റെ മടങ്ങിവരവിനെ കുറിച്ച് അതുവരെ പ്രവചനമുണ്ട്, അതുവരെ ദർശനമുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ഇടയ്ക്ക് ഒന്ന് പറഞ്ഞോട്ടെ, the gifts of apostleship and prophecy are still operative in the universal church, but the office of apostle or prophets, okay, the office of apostle and prophet is no more in the universal church. ദൈവം ചിലരെ അപ്പോസ്തലന്മാരായും പ്രവാചകന്മാരായും സുവിശേഷകന്മാരായും ഇടയന്മാരും ഉപദേഷ്ടാക്കന്മാരുമായി നിയമിച്ചിരിക്കുന്നു. 5-fold മിനിസ്ട്രി എന്ന് നമ്മൾ പറയുന്ന എഫേസ്യർ 4:11 കാര്യങ്ങൾ. ഇത് പ്രാദേശിക സഭയിലല്ല, ഇത് സാർവത്രിക സഭയിലാണ് കർത്താവ് നിയമിച്ചിട്ടുള്ളത്. അവിടെ ഈ 5 ശുശ്രൂഷകളും ഇന്നും തുടരുന്നുണ്ട്. എന്നാൽ അപ്പോസ്തോലിക കാലത്തെ അപ്പോസ്തോലന്മാരുടെയും പ്രവാചകന്മാരുടെയും ആ ഒരു സ്ഥാനം അത് ഇന്നില്ല. ശുശ്രൂഷ ഇന്നുമുണ്ട്, ആ സ്ഥാനം അപ്പോസ്തോലൻ എന്നുള്ളതോ പ്രവാചകൻ എന്നുള്ളതോ ഇന്നില്ല. ഇന്ന് പ്രവചിക്കുന്നവരെ നമ്മൾ പ്രവാചകന്മാരെന്ന് വിളിക്കുന്നു, അതിൽ തെറ്റില്ല. പക്ഷേ ഇവിടെ പറയുന്ന പ്രവാചകന്മാർ, അപ്പോസ്തോലന്മാർ അവരാരായിരുന്നു? സഭയിൽ പ്രധാനമായും ദൈവം പ്രത്യേക അധികാരം നൽകി നിയമിച്ചവരായിരുന്നു. എന്നാൽ ഇന്ന് നമുക്ക് കാണാം, ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ സാധാരണ ചില സംഘടനകളിലെ ഉപദേശിമാർ അഥവാ പാസ്റ്റേഴ്സായിട്ട് നടന്നിരുന്നവർ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ സംഘടനയൊക്കെ വിട്ടിട്ട് സ്വതന്ത്രമായിട്ട് ചിലതങ്ങ് രൂപീകരിച്ചു. എന്നിട്ട് അപ്പോസ്തോലൻ, പ്രോഫറ്റ് എന്നൊക്കെയുള്ള സ്ഥാനപ്പേരുകളും സ്വീകരിച്ചു. ഇന്ന് നമുക്ക് ഒത്തിരി പേരെ അങ്ങനെയുള്ളവരെ കാണാം. അതിനെ ആസ്പദീകരിച്ചുകൊണ്ടാണ് പറഞ്ഞത് അപ്പോസ്തോലിക ശുശ്രൂഷയുണ്ട്. എന്താ അപ്പോസ്തോലിക ശുശ്രൂഷ? പൗലോസ് പറയുന്നുണ്ട്, അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും വീര്യപ്രവർത്തികളുടെയും ശുശ്രൂഷ. ഇതാണ് അപ്പോസ്തോലിക ശുശ്രൂഷ. പല സ്ഥലങ്ങളിൽ പോയി സഭാസ്ഥാപനം നടത്തുന്ന ശുശ്രൂഷ അപ്പോസ്തോലിക ശുശ്രൂഷയാണ്. അതിന്നുണ്ട്. കർത്താവിൻ്റെ വരവോളം ആ ശുശ്രൂഷ ഉണ്ടായിരിക്കും. എന്നാൽ പത്രോസ് തുടങ്ങിയുള്ള അപ്പോസ്തോലന്മാർ എന്ന
പദവിയിൽ ഉള്ളവർ ഇന്ന് ഇല്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഒരു അപ്പോസ്തോലൻ ഉണ്ടെങ്കിൽ ആ അപ്പോസ്തോലന് സാർവദേശീയ സഭയിൽ ഒരു ദൈവീകമായ അധികാരം ഉണ്ടായിരിക്കും. ഉപദേശ രൂപീകരണത്തിന് തുടങ്ങിയുള്ള കാര്യങ്ങൾ. എന്നാൽ ആ സമയത്തെ അപ്പോസ്തോലന്മാർ നമുക്ക് അതെല്ലാം നിയമിച്ച് തന്നു കഴിഞ്ഞു. അതുപോലെ പ്രവാചകന്മാർ, എന്തായിരുന്നു പ്രവാചകന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ അഥവാ ശുശ്രൂഷ എന്ന് പറയുന്നത്? അപ്പോസ്തലന്മാരുടെയും പ്രവാചകന്മാരുടെയും പ്രധാനപ്പെട്ട പദവിയും അധികാരവും എന്തായിരുന്നു? നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം, എഫേഷ്യൻസ് 3:5. അവന്റെ ആ മർമ്മം ഇപ്പോൾ അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവകാലങ്ങളിൽ മനുഷ്യർക്ക് അറിയായി വന്നിരുന്നില്ല. അപ്പോൾ എന്താ അപ്പോസ്തലന്മാരുടെയും പ്രവാചകന്മാരുടെയും പ്രധാനപ്പെട്ട ആ പോസ്റ്റിന്റെ, ആ ഓഫീസിന്റെ, ആ പദവിയുടെ നിലപാട്? ദൈവിക മർമ്മങ്ങൾ, വിശേഷിച്ച് ദൈവസഭയുടെ മർമ്മത്തിന്റെ വെളിപ്പാട് ദൈവം ആർക്കാണ്, ആരിലൂടെയാണ് നൽകിയത്? അപ്പോസ്തലന്മാരിലൂടെയും പ്രവാചകന്മാരിലൂടെയും. ആ വെളിപ്പാട് നമുക്ക് നൽകപ്പെട്ടു കഴിഞ്ഞു. ഇന്ന് അപ്പോസ്തലന്മാരോ ഈ പറയപ്പെടുന്ന പ്രവാചകന്മാരോ ഉണ്ടെങ്കിൽ ഇന്നും ദൈവം എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും? വെളിപ്പാട് കൊടുത്തുകൊണ്ടിരിക്കും. അതെ, വെളിപ്പാട് കൊടുത്തുകൊണ്ടേയിരിക്കും. വെളിപ്പാട് കൊടുക്കുക എന്ന് പറയുമ്പോൾ ആ വെളിപ്പാടും ഇന്നത്തെ വെളിപ്പാടും തമ്മിൽ കൺഫ്യൂസ് ആകരുത് കേട്ടോ. മറ്റൊരു വെളിപ്പാടുണ്ടെന്ന്. ആ വെളിപ്പാടെന്ന് പറയുന്നത്, ഇന്ന് നമുക്കുള്ള വെളിപ്പാടെന്ന് പറയുന്നത് 2 തരത്തിലുണ്ട്. ഒന്ന്, ദൈവവചനത്തിന്റെ വെളിപ്പാട് കർത്താവ് തരുന്നുണ്ട് നമുക്ക്. തിരുവെഴുത്തിന്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് നമുക്ക് കർത്താവ് വെളിപ്പെടുത്തി തരുന്നു. അതോ എഴുതപ്പെട്ട തിരുവെഴുത്ത് തന്നെയാണ്, പുതിയ വെളിപ്പാടൊന്നും നമ്മൾ കൊണ്ടുവരുന്നില്ല. മറ്റൊന്ന്, നമ്മുടെ ഭൗതിക ഭാവിയെ സംബന്ധിച്ചോ താൽക്കാലിക ജീവിതത്തെ സംബന്ധിച്ചോ ഒക്കെയുള്ള കാര്യങ്ങൾ. കഴിഞ്ഞൊരു ദിവസം ഒരാൾ എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, പാസ്റ്ററെ, ഒരു പ്രവാചകൻ, പേരുമൊക്കെ എന്നോട് പറഞ്ഞു, എനിക്കറിയില്ല ആളിനെ. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, അദ്ദേഹം പലയിടത്തും പരാജയമായിരുന്നു ആ പ്രവാചകൻ, പക്ഷെ ഞങ്ങളുടെ ഇവിടെ വന്ന് ഭയങ്കര ശുശ്രൂഷയായിരുന്നു പറഞ്ഞു, പേടിച്ചു പോയെന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ ശുശ്രൂഷയിൽ. ഞാൻ ചോദിച്ചു, എന്താ സംഭവിച്ചേ? അപ്പോൾ ആ സഭയിൽ, ആ സഭ, ആ പ്രദേശത്ത് ഒക്കെ സംഭവിച്ച കുറെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ വെളിപ്പാടുമായിട്ട് ബന്ധപ്പെട്ട പറയുന്നത് കേട്ടോ. ആ പ്രദേശങ്ങളിൽ സംഭവിച്ച കുറെ അനാചാരങ്ങളും പിന്നെ അസാൻമാർഗികമായ പ്രവൃത്തികളും ഒക്കെ പ്രവാചകന് വെളിപ്പെട്ടു. എന്നിട്ട് അതിൽ ചിലരൊക്കെ താമസിക്കുന്ന സ്ഥലങ്ങളിൽ അവരനുഭവിച്ച കുറെ പൈശാചിക പോരാട്ടങ്ങളെ കുറിച്ച് പറഞ്ഞു.
താമസിക്കാൻ ഒക്കാത്ത തരത്തിൽ, കിടന്നുറങ്ങാൻ ഒക്കാത്ത തരത്തിൽ ഒക്കെ പൈശാചിക പോരുകൾ ഉണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ കേട്ട ആൾക്കാർക്ക് എന്ത് സംഭവിച്ചു? പേടി. അയ്യോ, ഇവിടെയൊക്കെ ഇങ്ങനെയൊക്കെയുള്ള, നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞാൽ വരത്തുപോക്കും മാടനും പിന്നെ അങ്ങനെയുള്ള സാത്താന്യ ശക്തികളൊക്കെ ഉള്ള സ്ഥലമല്ലേ. ഓ, ആൾക്കാർക്ക് പേടിയായിപ്പോയി. ഞാൻ ചോദിച്ചു, ഇതാണോ പേടി? ഇനി അതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. ഇനി അതൊക്കെ സത്യമാണെന്നിരുന്നോട്ടെ. ഇപ്പൊ കഴിഞ്ഞു പോയ ചില കാര്യങ്ങൾ ഈ പ്രവാചകന് വെളിപ്പെട്ടു. ഇങ്ങനെയുള്ളൊരു വെളിപ്പാടുണ്ട്. അത് ചിലപ്പോൾ ഇന്നുണ്ടാകാം. ചിലപ്പോൾ ചില പ്രവാചകന്മാർ പറയത്തില്ലേ, ഇന്ന സമയത്ത്, ചിലരൊക്കെ ഡേറ്റ് വെച്ച് പറയും. ഫോറൻസിക് പ്രവചനങ്ങളൊക്കെ ഉണ്ട്. ഇന്നിടത്ത് വെച്ച് ഇന്ന സമയത്ത് ഇത്ര അപകടം ഉണ്ടായി, ഇത്ര പ്രാവശ്യം മരിക്കേണ്ടതായിരുന്നു, ഇത്ര രോഗങ്ങൾ ഉണ്ടായി. ഇതൊക്കെ ഒരുപക്ഷെ സത്യമായിരിക്കും. അങ്ങനെയുള്ള വെളിപ്പാടുകൾ ഇന്നും ഉണ്ട്. വചനത്തിന്റെ വെളിപ്പാടുകളും ഇന്നും ഉണ്ട്. എന്നാൽ ഇതുവരെ വെളിപ്പെട്ടിട്ടില്ലാത്ത ദൈവശ്വാസീയമായി, ഇൻസ്പിറേഷണലായി നമുക്ക് തിരുവഴുത്തായി സ്വീകരിക്കാൻ കഴിയുന്ന വെളിപ്പാടുകൾ ഇന്ന് ആർക്കെങ്കിലും കിട്ടുന്നുണ്ടോ? അല്ലെങ്കിൽ നൽകപ്പെടുന്നുണ്ടോ? ഇല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്ക്, ഇതാണ് ദ ക്ലോഷർ ഓഫ് ദ കാനോൻ എന്നൊരു വിഷയം വരുന്നത്. ബൈബിളിന്റെ കാനോൻ പൂർത്തീകരിക്കപ്പെട്ടു. അല്ലായിരുന്നെങ്കിൽ ഈ ഇപ്പോൾ പറയപ്പെടുന്ന പ്രോഫറ്റ്സ്, യെസ് മാൻ ഓഫ് ഗാഡ്, യെസ് പ്രോഫറ്റ്, നമ്മൾ കേൾക്കുന്ന കാര്യമാണല്ലോ ഇന്ന്, യെസ് പ്രോഫറ്റ്, യെസ് പ്രോഫറ്റ്. ഇപ്പൊ ഈ പ്രോഫറ്റ് എന്നും അപ്പോസ്തലനെന്നും ഒക്കെ വിളിക്കപ്പെടുന്ന പുള്ളികൾക്ക് കിട്ടുന്ന വെളിപ്പാടെന്ന് പറയുന്ന സാധനങ്ങൾ എഴുതി ഇതിൻ്റെ കൂടെ തുന്നിച്ചേർത്ത് പിന്നെയും ബൈബിൾ വിപുലമാക്കിയേനെയും. അങ്ങനെ സംഭവിക്കാതിരിക്കുവാനാണ് എന്ത് നിർത്തിയത്? ഈ അപ്പോസ്തലന്റെയും പ്രവാചകന്റെയും ഓഫീസസ്, അവരുടെ പദവികൾ പൂർണ്ണമാക്കിയത്. എന്നാൽ ശുശ്രൂഷ, ഞാൻ ഈ പറഞ്ഞതുപോലെ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, ആത്മശക്തി, വീര്യപ്രവർത്തികൾ, പുതിയ പുതിയ സ്ഥലങ്ങളിൽ പോയി സഭാസ്ഥാപനങ്ങൾ നടത്തുക, ഭാവിയെക്കുറിച്ചോ ഭൂതകാലത്തെക്കുറിച്ചോ ഒക്കെ ആൾക്കാരോട് സംസാരിക്കുക, ഇതൊക്കെയുള്ള ശുശ്രൂഷകൾ തീർച്ചയായും ഇന്നും ഉണ്ട്. അതൊന്നും നിന്നുപോയിട്ടില്ല. എന്നാൽ അപ്പോസ്തോലൻ എന്ന പേരെടുക്കാനോ, പ്രവാചകൻ, ഈ പറയുന്നത് പോലെയുള്ള പ്രവാചകൻ എന്ന പേരെടുക്കുവാനോ, അപ്പോസ്തോലിക കാലത്തിന് ശേഷമുള്ള അപ്പോസ്തോലന്മാരോട് കൂടെ ജീവിച്ച, ശുശ്രൂഷിച്ച പിതാക്കന്മാർ പോലും തയ്യാറായില്ലെങ്കിലാണ് ഇന്ന് നമ്മുടെ ഇടയിലെ ചില പുള്ളികളൊക്കെ ഈ പോസ്റ്റൊക്കെ എടുക്കുന്നത്. ഓക്കെ, അത് ഇടയ്ക്ക് കയറി ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ പറഞ്ഞു നിർത്തട്ടെ. വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നാളെ സംസാരിക്കാൻ, ഇന്ന് നേരം അതിനില്ലല്ലോ. അപ്പോൾ നമ്മൾ ഏറ്റവും ഒടുവിലായിട്ട് കണ്ടത് ദർശനവും പ്രവചനവും മുദ്രയിടുക. അത് കർത്താവിൻ്റെ വരവോടുകൂടെയാണ് പ്രവചനത്തിൻ്റെ പൂർണ്ണമായ പൊരുൾ നമുക്ക് വെളിപ്പെടുന്നത്. ഏറ്റവും ഒടുവിൽ അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുക. നമ്മളതും അന്ന് കണ്ടിരുന്നു. യെഹെസ്കേൽ 41 അധ്യായം, സഖരിയാവ് 6:12 മുതൽക്കുള്ള വാക്യങ്ങൾ. ഇവിടെയൊക്കെ അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുക എന്നുള്ളത് രണ്ടർത്ഥങ്ങളാണ് നമ്മൾ കണ്ടത്. ഒന്ന്,
സഹസ്രാബ്ദ ദേവാലയത്തിൻ്റെ കരപൂരണം. 2, ആരാ സാക്ഷാൽ അതിപരിശുദ്ധനായവൻ അഭിഷിക്തനായി വരുന്നത്? ദ കൊറോണേഷൻ ഓഫ് ജീസസ്. സ്തോത്രം. ഓക്കെ. അനോയിന്റ് the most holy is the 6th and last purpose of 70 weeks as per Daniel 9:24-25. And this most holy is, there are 2 connotations. One, it's about the anointing or the sanctification or the dedication of the millennial temple of Jerusalem. And the other meaning is the coronation of the anointed Messiah. ഇതും സംഭവിക്കുന്നത് സഹസ്രാബ്ദത്തോടുകൂടെയാണ്. അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുക എന്നതിൻ്റെ 2 അർത്ഥങ്ങളാണ് നമ്മൾ കണ്ടത്. ഒന്ന്, സഹസ്രാബ്ദ കാലത്തെ ദേവാലയത്തിൻ്റെ സമർപ്പണം, അഭിഷേകം. 2, സാക്ഷാൽ അതിപരിശുദ്ധനായവൻ ക്രിസ്തുവാണ്. ക്രിസ്തുവിൻ്റെ പട്ടാഭിഷേകം, രാജാവായിട്ടുള്ള യേശുക്രിസ്തുവിൻ്റെ സ്ഥാനാരോഹണം. ഇത് രണ്ടുമാണ് അവിടുത്തെ അർത്ഥം. അതും നിറവേറുന്നത് എപ്പോൾ മാത്രമേ ഉള്ളൂ? കർത്താവിൻ്റെ സഹസ്രാബ്ദക്കാലത്ത് മാത്രം. സ്തോത്രം. അതുകൊണ്ട് ഈ പറയപ്പെട്ട കാര്യങ്ങളാണ് യേശുക്രിസ്തുവിൻ്റെ സഹസ്രാബ്ദത്തിൻ്റെ ഉദ്ദേശങ്ങളായി, ലക്ഷ്യങ്ങളായി നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ന് ഇവിടെ ഇങ്ങ് നിർത്തുകയാണ്, സമയം പോയതുകൊണ്ട്. ബാക്കി ചർച്ചകളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കർത്താവിനെ വെച്ച് നാളെയാകാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഏതായാലും യേശുക്രിസ്തുവിൻ്റെ വരവിനായി നോക്കിപ്പാർത്തുകൊണ്ട് നമ്മെ തന്നെ വിശുദ്ധിയിൽ നമുക്ക് സൂക്ഷിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും.